നാരായണത്ത് ഭ്രാന്തൻ ഏത് നദിയുടെ തീരത്ത് ജീവിച്ചിരുന്നു എന്നാണ് വിശ്വാസം? ഓപ്ഷൻ എ പെരിയാർ, ഓപ്ഷൻ ബി പമ്പ, ഓപ്ഷൻ സി ഭാരതപ്പുഴ, ഓപ്ഷൻ ഡി കടലുണ്ടിപ്പുഴ, ഓപ്ഷൻ ഇ അച്ചൻകോവില. പമ്പ ഞങ്ങളുടെ അതുവഴി ഒഴുകുന്നേ. അപ്പൊ അവിടെങ്ങും നാരായണത്ത് ഭ്രാന്തൻ ഉണ്ടായിരുന്നു? അച്ചൻകോവിലാറും അതുവഴി തന്നെ ഒഴുകുന്നേ. ആ, ആള് വടക്കോട്ടുള്ള ആളായിരുന്നു. തെക്കായിരിക്കോ വടക്കായിരിക്കും? തെക്കാവാനുള്ള ഒരു സാധ്യത കുറവാണോ എന്നാണ് സംശയം. പെരിയാറിന്റെ തീരത്തായിരിക്കോ? പിടിവള്ളി എടുത്താലോ? സഹോദരൻ ഇതിനെ കുറിച്ചൊക്കെ അറിയാമോ? അപ്പൊ സഹോദരനോട് ചോദിക്കാം. ഈ നാരായണത്ത് ഭ്രാന്തൻ ഏത് നദിയുടെ തീരത്തായിരിക്കും ജീവിച്ചിരുന്നത്? അതൊക്കെ ഒരു വിശ്വാസമാണ്. അങ്ങനെ അവിടെയാണ് ജീവിച്ചിരുന്നതെന്നാണ് വിശ്വാസം. അങ്ങനെ ഒരു നദിയെ പറ്റി അങ്ങനെ കേട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഭാരതപ്പുഴ. പിടിവള്ളി മുറിഞ്ഞു. അയ്യോ, അവസാനത്തെ പിടിവള്ളിയായിരുന്നു. ആ, ഭാരതപ്പുഴ ഇനി ആയിരിക്കുമെന്നൊരു സ്ട്രോങ് ആവാനൊരു പേടി. കാരണം ഇനി അപ്പം നാണക്കെട്ട് പിടിത്തി. നാണക്കേടൊന്നുമില്ല ഇതില്, നാണക്കേടിന്റെ ഒരു പ്രശ്നമേ ഇല്ല സാർ. ഭാരതപ്പുഴയാണെന്നാണ് ഒരു വിശ്വാസം. കൂട്ടാമല്ലോ, കൂട്ടി. നാരായണത്ത് ഭ്രാന്തൻ ഏത് നദിയുടെ തീരത്ത് ജീവിച്ചിരുന്നു എന്നാണ് വിശ്വാസം. താങ്കൾ പറഞ്ഞിരിക്കുന്നു ഓപ്ഷൻ സി ഭാരതപ്പുഴ. ഓക്കെ ഓക്കെ സാർ. അപ്പോ ഇടവേളയ്ക്ക് ഉടനീളം താങ്കൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ആയിരുന്നു. താങ്കളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായിരിക്കുന്നു. ഉത്തരം ശരിയാണ്. ബാക്കിലോട്ട് പോകരുത്. അല്ല, ഞാനിപ്പോ കരുതി നാട്ടിലോട്ട് പോകുമ്പോ എന്റെ പിന്നെ താങ്കളുടെ ബയോഡേറ്റ ഇങ്ങനെ വായിച്ചു പോകുമ്പോഴേ താങ്കളുടെ ഡിവോഴ്സിന് ശേഷം ഈ നാട്ടുകാരുടെയൊക്കെ പരിഹാസങ്ങളും അവരുടെ കുത്തുവാക്കുകളും ഒക്കെ പേടിച്ച് താങ്കൾ വീടിന് പുറത്തിറങ്ങിയിട്ടില്ല? ഇല്ല സാർ, ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. അതൊരു വല്ലാത്ത അവസ്ഥയാണ് സാർ. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴേ ഒരാൾക്ക് മനസ്സിലാകത്തുള്ളൂ. കാരണം ഈ ഡിവോഴ്സ് ആവുക എന്ന് പറഞ്ഞാൽ ജീവിതം അവസാനിക്കാന്നാണ് ഞങ്ങളുടെ നാട്ടിലെല്ലാവരും മനസ്സിലാക്കി വെച്ചേക്കുന്നത്. അതെ സാർ, അത് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ എന്നോട് ഡയറക്റ്റ് പറയത്തില്ല. പക്ഷെ അമ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മയോട് ഇനി എന്ത് ചെയ്യും, ഇവിടെ എല്ലാം കഴിഞ്ഞില്ല, ഇനി എന്തോ ചെയ്യും, ഇനി ചത്താ മതി എന്നുള്ള രീതിയിലായിരിക്കും ഇവര് പറയുന്നത്. ആ ഒരു രീതിയിൽ അങ്ങ് വെറുതെ ഞാൻ സത്യമായിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റത്തില്ല. എനിക്ക് ഇവിടെ വരാൻ പറ്റി. കാരണം എന്നെ ഇനി ഒരു ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റാന്ന് പറയുമ്പോൾ മനസ്സിന് കുറെ കാലമായില്ലേ സംഭവിച്ചിട്ട്. അപ്പൊ വീട്ടിന് പുറത്തിറങ്ങാതിരുന്നു. എന്റെ ഡിവോഴ്സ് നടന്നത് ഈ പറയുന്ന സെപ്റ്റംബർ 1-ാം തീയതിയാണ്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 1-ാം തീയതി. ഓ, അത് ശരി. അതിനുശേഷം പുറത്തിറങ്ങിയിട്ടില്ല? അല്ല, അതുവരെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ആയിരുന്നു. ആ സമയത്ത് എല്ലാം എന്റെ വീട്ടിൽ തന്നെ ആയിരുന്നു. പുറത്തിറങ്ങിയിട്ടില്ല? ഇല്ല. ഓക്കെ, അവിടെ ബന്ധുക്കളെ ഒന്നും കാണാൻ പോയതൊന്നുമില്ല? അല്ല, ഈ മനസ്സിലെ ശ്രദ്ധയൊന്ന് തിരിക്കാൻ വേണ്ടി എങ്ങും അങ്ങനെയൊന്നും പോയിട്ടില്ല? ആരും എന്നെ വിളിക്കാറില്ലായിരുന്നു. എന്റെ ബന്ധുക്കാരാണെങ്കിൽ ആരാണെങ്കിലും ഒരു മനുഷ്യനും നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നു. കാരണം എല്ലാവരും അങ്ങ് നമ്മളെന്ന് പറയുമ്പോ അങ്ങ് ഒരു കല്യാണത്തോടെ എല്ലാം തീരുമെന്നാണോ നാട്ടുകാർ വിശ്വസിക്കുന്നത്? നാട്ടുകാർ അങ്ങനെയാണ് സാർ വിശ്വസിക്കുന്നത്. എത്രയോ ആളുകളുണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നവര്. ലോകം മാറുകയാണ്. കാര്യം എന്തറിയോ, ആജീവനാന്തം നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരാളിന്റെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് അയാളോട് നല്ല വാക്കോട് വിട പറഞ്ഞ് ഒറ്റയ്ക്ക് താമസിക്കുന്നതാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന തന്നെ 10,000-കണക്കിന് ആൾക്കാരുണ്ടാവും. പക്ഷെ എനിക്ക് ജീവിതം തന്നെ അങ്ങ് മടുപ്പിച്ച് കളഞ്ഞായിരുന്നു ഈ നാട്ടുകാരെല്ലാരും കൂടെ. അതായത് നമ്മുടെ നാട്ടുകാരാണ് പ്രധാനം. ബന്ധുക്കൾ അത്രയില്ല. ബന്ധുക്കൾ കുറെ പേരെങ്കിലും അച്ഛനെയൊക്കെ വിളിച്ചൊന്ന് ചോദിക്കും, എന്തോ പറ്റി, എന്റെ മോക്കെന്താ, എന്തെങ്കിലും. പക്ഷെ നാട്ടുകാരെ തീരെ പറ്റത്തില്ല. നമ്മളെ അങ്ങ് ചിലരൊക്കെ നമ്മളെ അങ്ങ് അപമാനിക്കാന്നൊക്കെ പറഞ്ഞാല് നമ്മള് സത്യം പറഞ്ഞാൽ അപമാനമാണ് ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ സിനിമയിലൊക്കെ പറയും. പക്ഷെ അപമാനം തന്നെയാണ്. നമ്മുടെ ചങ്കിക്കൊണ്ട് കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് അതെന്തുവാ അവിടുത്തെ ആളുകൾ അങ്ങനെ സാറേ, കൊച്ച പെട്ടെന്ന് വിവാഹം വേർപെടുത്തു എന്നൊക്കെയുള്ള ഒരു അഭ്യൂഹം. അത് അവരുടെ ഒരു ആശങ്കയാണോ? ആശങ്ക